ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കേൾക്കുന്ന ചില വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന. പാകിസ്ഥാന്റെ സൈന്യാധിപനായിട്ടുള്ള അസിം മുനീർ ജർമ്മനിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥ മ്യൂണിച്ചിൽ നടക്കുന്ന ഒരു സമ്മിറ്റിൽ പങ്കെടുക്കാൻ ചെന്ന തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ID കാർഡ് കാണിക്കുക. അപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട് ഈ അസിം മുനീറിന് സാധിക്കുന്നില്ല. ഇതാണ് ചോദിക്കുന്നത്. എന്തൊരവസ്ഥയാണ് ചോദിക്കല്ലേ. സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ ടിക്കറ്റ് എവിടെ, പിന്നെ ട്രെയിനിലിരിക്കുമ്പോൾ TT വന്ന് ടിക്കറ്റ് എവിടെ നമ്മളോടൊക്കെ ചോദിക്കുന്നു. അതെ, പാകിസ്ഥാൻ ഇത് ആദ്യ അനുഭവമല്ല. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി ചൈനയിൽ ബെയ്ജിങ്ങിൽ വെച്ച് നടക്കുമ്പോൾ പിന്നെ ചൈനീസ് പ്രീമിയർ ആയിട്ടുള്ള ചൈനയുടെ പരമോന്നത ആധികാരിയായിട്ടുള്ള ഷീ ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, അവരെക്കാൾ ഒരു അടി മുമ്പിലായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ രണ്ടുപേരും നോക്കുന്നത് നരേന്ദ്രമോദിയുടെ മുഖത്തേക്കാണ്. ഫോട്ടോയിൽ അങ്ങനെയാണ്. അങ്ങനെ പോകുമ്പോൾ കൂടെ കയറാൻ വേണ്ടിയിട്ട് ഞാനും മോശക്കാരനല്ല എന്ന് പറഞ്ഞിട്ട് ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി കയറാൻ നോക്കിയപ്പോൾ സെക്യൂരിറ്റി സൈഡിൽ നിന്ന് സെക്യൂരിറ്റി വേണ്ട അത്ര അടുപ്പമൊന്നും വേണ്ട, നിങ്ങൾ കുറച്ച് പുറകെ എന്ന് കൈ കാണിച്ചു. മനസ്സിലായില്ലേ? ആ അപമാനം സഹിച്ച ഇപ്പോൾ അസീം മുനീറിനെതിരെ ഇത് മാത്രമല്ല വേറെ പ്രശ്നമുണ്ട്. അത് പറയാം. അസീം മുനീർ അവിടെ ചെന്നപ്പോൾ ഇയാൾക്ക് ഈ സെക്യൂരിറ്റി ഒക്കെ ഉള്ളു. ഇയാൾക്ക് വേറെ പ്രത്യേകം സെക്യൂരിറ്റി ഉണ്ടല്ലോ. ഒരു രാഷ്ട്രത്തിൻ്റെ ഫീൽഡ് മാർഷല്ലേ. ഈ ഐഡൻറ്റിറ്റി കാർഡ് എങ്ങനെ ആയിരിക്കുന്നതെന്നൊന്ന് നോക്കണ്ടേ, ഒരു ഹോംവർക്ക് ചെയ്യേണ്ടേ. ഒരു പ്രത്യേകിച്ചൊരു വലിയ കോൺക്ലേവ്, വളരെ പ്രധാനപ്പെട്ട ഒരു കോൺക്ലേവ്, പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി കോൺക്ലേവാണ്. ആ സെക്യൂരിറ്റി കോൺക്ലേവിലേക്ക് പോകുമ്പോൾ മറ്റെല്ലാ രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാരോ അല്ലെങ്കിൽ രാജ്യ രക്ഷാമന്ത്രിമാരോ ഒക്കെയാണ് പങ്കെടുത്തത്, മറ്റു മന്ത്രിമാർ, പ്രതിനിധികൾ. പക്ഷേ ഇയാൾ മാത്രമാണ്, പാകിസ്ഥാൻ മാത്രമാണ് അവരുടെ സൈനിക മേധാവി അയച്ചത്. സെക്യൂരിറ്റി എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ചെയ്ത ഒരു തന്ത്രമാണ്. അവരുടെ പട്ടാള ഭരണാധികാരിയെ തന്നെ അങ്ങ് തിരിച്ചെടുത്തത്, അവിടെ കൊണ്ടുവന്നത്. വലിയ പ്രതിഷേധം ഉണ്ടായി. അതിനെ മറ്റൊരു നാണക്കേട്. അതായത് ഈ കോൺക്ലേവ് നടക്കുന്നതിൻ്റെ വെളിയിൽ സിന്ധി പൊളിറ്റിക്കൽ പ്രസ്ഥാനമായിട്ടുള്ള പാകിസ്ഥാനിലെ തന്നെ JA സുബാ മുത്തഹാദ മൻസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്കറിയത്തില്ല, ഉറുദു ഭാഷയിലുള്ളതായിരിക്കണം. ആ ഒരു സംഘടന വമ്പിച്ച പ്രതിഷേധം നടത്തി. എന്നിട്ട് ഇത് ഓർഗനൈസ് ചെയ്യുന്ന ആളിനോട്, ആ ബോഡിയോട് ഒരു പ്രസ്താവനയും നടത്തി. അതായത് ഇത്രയും കൂടുതൽ മനുഷ്യാവകാശ ലംഘനം ലോകത്ത് നടത്തിയ ഒരു വ്യക്തിയുമില്ല. ആ വ്യക്തി ഈ സമാധാനത്തിന് വേണ്ടിയുള്ള ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ഞങ്ങളെ ഞെട്ടിച്ചു. ആ വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. ഞങ്ങളെ ഞെട്ടിച്ചു, ഇറ്റ്സ് ഷോക്കിംഗ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ആ തരത്തിൽ പാകിസ്ഥാൻ വീണ്ടും അന്താരാഷ്ട്ര തലങ്ങളിൽ വലിയ നാണം കെട്ട ഒരു രാഷ്ട്രമായിട്ട് മാറുകയാണ്. ഒരു പക്ഷേ ക്രിക്കറ്റിൽ ഇന്ത്യ തോൽപ്പിച്ച്, ഇന്നലെ കൊളംബോയിൽ വെച്ച് തോൽപ്പിച്ച് നാണക്കെടുത്തിയതുപോലെ എല്ലാ സ്ഥലങ്ങളിലും, ഇന്ത്യ പങ്കെടുക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർ വന്നു കഴിഞ്ഞാൽ അവർ വൻ തോൽവിയാവുകയും ഇന്ത്യ വൻ വിജയമാവുകയും ചെയ്യുന്ന ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയാവുന്ന തരത്തിലുള്ളൊരു മാറ്റമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ആ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂജ് മേഖലയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ പാക് ഭരണകൂടത്തിന് സൈന്യത്തെ പോലും അങ്ങോട്ട് അയക്കാൻ കഴിയില്ല. അങ്ങനെ അയച്ചപ്പോൾ ഈ BLA-കാരുമായിട്ട് ഏറ്റുമുട്ടലുണ്ടായി. ഈ ഏറ്റുമുട്ടലുണ്ടായ സമയത്ത് ഖ്വാജ ആസിഫ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രി പാർലമെന്റിൽ പ്രസംഗിക്കുകയാണ്, നമ്മുടെ സൈന്യത്തിന് ബലൂജ് ലിബറേഷൻ ആർമിയോട് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അവരുടെ കയ്യിൽ അത്യന്താധുനികമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു, അവരുടെ കയ്യിൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ പുതിയത് കിട്ടുന്നു. ഇതൊക്കെ എവിടെ നിന്നാണ്? നമ്മുടെ സൈന്യത്തിന് പോലും ഇതില്ലല്ലോ എന്ന് കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഒരു പിന്തുണ ബലൂചിസ്ഥാനികൾക്ക് കിട്ടുന്നു. രണ്ട് ബലൂചിസ്ഥാൻ അടുത്തായിട്ട് പറയുന്നത് ഒരു 7 പട്ടാളക്കാരുടെ ചിത്രങ്ങൾ പുറത്ത് കാണിച്ചിട്ട് പറയുന്നു, ഇത് പാകിസ്ഥാനിലെ സൈനികരാണ്, ഇവരെ ഞങ്ങൾ പരസ്യമായിട്ട് തൂക്കിക്കൊല്ലുന്നു. എന്തിന്? അതായത് ബലൂജിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ സാധാരണക്കാരായ ജനങ്ങളെ പാകിസ്ഥാൻ ഭരണകൂടം ജയിലിൽ പാർപ്പിച്ചിട്ടുണ്ട്, അവരെ മുഴുവൻ നിരുപാധികം വിട്ടയക്കണം. അങ്ങനെ വിട്ടയച്ചില്ലെങ്കിൽ ഈ പട്ടാളക്കാരെ പരസ്യമായിട്ട് ഞങ്ങൾ തൂക്കിലേറ്റു എന്ന് പറഞ്ഞിട്ട് യൂണിഫോമിൽ നിൽക്കുന്നവരുടെ ചിത്രങ്ങളാണ്. ഒരു ഭരണകൂടത്തെ ആ രാജ്യത്തെ ഒരു പ്രവിശ്യയിലുള്ള ആൾക്കാർ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്ന നാണക്കേടുണ്ട്. അതിലും നാണക്കേട്. ഇതുവരെ ഒരു നടപടിയും പാകിസ്ഥാന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. പട്ടാളക്കാർക്ക് ജീവഭയമാണ്. അതാണ് അതിൻ്റെ ഒരു വലിയൊരു അതിശയോക്തി എന്ന് പറയുന്ന തരത്തിലുള്ള ഈ പറയുന്ന അസിം മുനീർ ജർമ്മനി ചെല്ലുമ്പോൾ വേറെ ഒരു ID കാർഡ് എന്ന് ചോദിക്കുന്നു. ഈ അസിം മുനീറിന്റെ ചിന്ത എന്താ? ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റിന് ഏറ്റവും വലിയ അടുത്ത സുഹൃത്താണ് ഞാൻ. എന്നെ 2 പ്രാവശ്യം ട്രംപ് വൈറ്റ് ഹൗസിൽ വിളിച്ചു, അപ്പോൾ ട്രീറ്റ് ഒക്കെ തന്നു. അതുകൊണ്ട് ലോകരാജ്യത്തെ മുഴുവൻ ജനങ്ങൾ, അതുപോലെ പട്ടാള ഉദ്യോഗസ്ഥരെല്ലാം എന്നെ കണ്ടിരിക്കുന്നു. അങ്ങനെ വലിയ വീരാളി വീരനായിട്ട് നടന്നു ചെല്ലുമ്പോഴാണ് 2 സൈനികരൊക്കെ പിന്തുടർന്നുണ്ടാകും.
പക്ഷേ ഒരു വനിതാ ഉദ്യോഗസ്ഥർ പറയാണ് സ്റ്റോപ്പ്, വേറെ ഒരു ID കാർഡ്, ഇതൊരു വളരെ പ്രധാനപ്പെട്ട സബ്മിറ്റാണ്. അപ്പോൾ ഇയാൾ ആകെപ്പാടെ മുഖമൊക്കെ പകച്ചു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്നിട്ട് ഈ പിന്നിൽ വന്ന ഉദ്യോഗസ്ഥർ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് അസീം മുനീറാണെന്ന്. അപ്പോൾ പറഞ്ഞു ഇത് ഇവിടുത്തെ പ്രോട്ടോക്കോളാണ്, അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല, നിങ്ങളുടെ ആരാണെന്ന് അറിയണം, അതിനുശേഷം കയറ്റി വിടുകയുള്ളത്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്താൽ ഇങ്ങനെ ചെയ്യുമോ? ചൈനീസ് പ്രസിഡന്റ് എന്നാ ചെയ്യില്ല. ഇതാണ് പ്രശ്നം. ഇതിൻ്റെ കാരണമുണ്ട്. ഇതാരാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഈ സംഗതി ഇതുപോലുള്ള കർശനമായ പരിശോധനകളൊന്നും പണ്ടില്ലായിരുന്നു. മുഖം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ കയറ്റിവിടണമെന്ന് പറയുമായിരുന്നു. അങ്ങനെയുള്ള സെക്യൂരിറ്റി ഇത്രയും സ്ട്രിക്റ്റ് ആവാൻ കാരണം എന്താണ്? പാകിസ്ഥാനാണ്. അവൻ അനുഭവിക്കണം. ഈ ഭീകരവാദത്തെ ഇത്രയും പ്രോത്സാഹിപ്പിച്ച് അതിനെ ഉപ്പും ചോറും കൂട്ടി വളർത്തി വലുതാക്കി മറ്റു രാജ്യങ്ങളിലേക്ക് അയച്ച് അങ്ങനെയാണ് അവർ ഹൈജാക്ക് ചെയ്യാൻ തുടങ്ങിയത്. വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്യാൻ തുടങ്ങിയ പരിപാടി എവിടെ അവസാനിച്ചത്? അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ വിമാനം വെച്ച് തന്നെ തകർത്തത്. ആരാ അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത്? അൽഖ്വയ്ദയെ പ്രോത്സാഹിപ്പിച്ചതും അവരുടെ നേതാവിന് ഇടം കൊടുത്തതും ആരാണ്? പാകിസ്ഥാൻ. ആ പാകിസ്ഥാന് കൊടുക്കുന്ന കാലം കാത്തുവെച്ച കാവ്യനീതിയാണിത്. അനുഭവിക്കണം അവര്. കണ്ടോ, ഈ സ്ട്രിക്റ്റ് ആയിരുന്നപ്പോൾ വിമാനത്തിൽ നിന്നും പണ്ട് ഇതുപോലെ ഇല്ലായിരുന്നല്ലോ, സ്ട്രിക്റ്റ് ആയിരുന്നില്ലല്ലോ. നമുക്കവിടെ ഇത്രയും വലിയ ഉണ്ടോ? നമ്മളെങ്ങനെ പരിശോധിക്കുക, ശരീരം തടവി പരിശോധിക്കുക, ഈ പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് വിമാനത്തിൽ പോകാം. എല്ലാവരെയും വിശ്വസിച്ചിരുന്ന കാലം. ആ വിശ്വാസ്യത ലംഘിച്ചത്, ഇല്ലാതാക്കിയത് പാകിസ്ഥാൻ്റെ ഭീകരവാദികളാണ്. അതിന്റെ ഫലം ഇപ്പൊ അവർ വില കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. നാണക്കേട് അല്ലേ? പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിക്ക് ഷഹബാസ് ഷെരീഫിന് പാക് സൈന്യാധിപൻ അസീം മുനീർ ഇപ്പൊ അവിടുത്തെ ജനങ്ങളോട് പറയുന്നത് അറിയാം, നമ്മുടെ ഈ പൈസ ഒന്നുമില്ല, ഞങ്ങൾ പല രാജ്യങ്ങളിൽ പോയി തെണ്ടിക്കൊണ്ടാണ് ഈ പൈസ കൊണ്ടുവരുന്നത്, നമ്മൾ കടം മേടിക്കാൻ നടത്തുന്ന എല്ലാം മേടിച്ചു, വേൾഡ് ബാങ്കിൽ നിന്ന് ഉൾപ്പെടെ എല്ലാം മേടിച്ചു, ഇനി മറ്റു രാജ്യങ്ങൾ നമുക്ക് എയ്ഡ് തരണം. ഇത് ഇത് പറയുമ്പോൾ തന്നെ അവിടുത്തെ ഒരു MP പറയാണ്, ഈ 2026 അവസാനമാകട്ടെ, നമ്മൾ ലോകത്തെ സമ്പന്നമായ രാജ്യം ആയി മാറുന്നു. അതും ശ്രദ്ധയിൽപ്പെട്ടില്ലേ അങ്ങനെ കാര്യം? അതെ, അങ്ങനെ ഒരു കാര്യം. അതായത് GTVക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അവിടുത്തെ ഒരു MP ആയിട്ടുള്ള ഫൈസൽ റാസ അബിദി എന്ന് പറഞ്ഞ MP പറയുന്നത്, ഈ വർഷം അവസാനത്തോടെ, ഇതൊരു 8 മാസമേ ഉള്ളൂ, നവംബറിൽ നമ്മൾ ലോകത്തിലെ ഒരേ ഒരു സമ്പന്ന രാഷ്ട്രം, ബാക്കി എല്ലാം അങ്ങ് പട്ടിണി കൊണ്ട് പരിവട്ടം കൊണ്ട് ആയി പോകുന്നു. ഇതിപ്പോൾ ഒരു തമാശയുണ്ട്. ലോകം മുഴുവൻ കിട്ടിയ ഒരു വൈറലായി സംഭവം. അത് ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നരേന്ദ്രമോദി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇന്ന വർഷം 2047 വികസിത രാജ്യമാവുക. ഒരൊറ്റയാൾ ട്രോൾ ഇട്ടിട്ടില്ല. അതിന് മുമ്പേ ആവാത്തത് എന്തെന്നാണ് വിചാരിക്കുന്നത്? കാരണം ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് അത്ര ശക്തമായ ഗ്രോത്ത് റേറ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇക്കണോമിക് ബേസ് എന്ന് പറയുന്ന സ്ട്രോങ് ഫൗണ്ടേഷനിലാണ്. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പോൾ ഈ ജമ്മു കാശ്മീരിൽ ഇപ്പം തന്നെ ഈ ചെനാബ് നദിക്ക് കുറുകെ നമ്മളൊരു അണക്കെട്ട് കൂടി നിർമ്മിക്കണം. ഈ അണക്കെട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ സിന്ധു നദിയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എത്രത്തോളം വെള്ളം അവിടേക്ക് ഒഴുകി ചെല്ലണം, എത്ര വെള്ളം ഉപയോഗിച്ച് നമുക്ക് വൈദ്യുതി നിർമ്മിക്കാം, ഈ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ ഇന്ത്യക്ക് പറ്റും. എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാതെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ തകർക്കാൻ പോലും നമുക്ക് സാധിക്കുമെന്ന് തെളിയിക്കുകയാണ്. ഇത്രയൊക്കെ നടപടി ഉണ്ടാകുമ്പോൾ എന്താ, പഞ്ചാബ് സിന്ധു മേഖലയിലെ ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങളെല്ലാം തന്നെ വരണ്ടുടങ്ങും. അങ്ങനെ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും പാക് ഭരണകൂടത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആരോട് എന്ന് പറയും? ഇന്ത്യയോട് ചെന്ന് കാല് പിടിക്കാൻ പറ്റുമോ? മാത്രമല്ല, ഇന്നലെ വരെ അമേരിക്ക കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചേ, ഇന്ത്യയുടെ കാര്യം വന്നപ്പോൾ അമേരിക്ക നിലപാട് മാറ്റി. പറയട്ടെ, സോറി ടു ഇന്റർഫിയർ. ബനാവൽ ഫോട്ടോ പറഞ്ഞതെന്താ? ഞങ്ങൾ ബോംബിട്ട് തകർക്കും അണ കെട്ടാൻ വന്നാൽ. ചുണയുണ്ടെങ്കിൽ തട്ടട്ടെ, ജനാബിൽ ഞങ്ങൾ ബോംബ് വെച്ചുകൊണ്ടിരിക്കുക, ചുണയുണ്ടെങ്കിൽ ബോംബിട. ഒന്നും ചെയ്യില്ല. മാത്രമല്ല, ഇപ്പൊ അമേരിക്ക ഇന്ത്യ തമ്മിലുള്ള വ്യാപാര കരാർ ഒന്ന് ആലോചിച്ച് നോക്കി. അമേരിക്ക ഇന്ത്യ എടുത്ത് പറയുകയാണ്, നമുക്ക് തമ്മിൽ പുതിയ കരാറുകൾ ഏർപ്പെടുത്താം, പാകിസ്ഥാനെ മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ പാകിസ്ഥാൻ ചോദിച്ചു, ഈ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത് അമേരിക്കയാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ? ഡൊണാൾഡ് ട്രംപാണ് ഇതിന് നേതൃത്വം നൽകി, അതുകൊണ്ട് നൊബേൽ സമ്മാനം കൊടുക്കണം. എന്തിന്? സമാധാനത്തിന്. അതിനുവേണ്ടി ഞങ്ങൾ പ്രയത്നിച്ചില്ലേ? അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയാണ് അമേരിക്കയുടെ ബിസിനസ് പാർട്ണർ. അതുകൊണ്ട് ഇന്ത്യയെ കാണുന്ന കണ്ണുകൊണ്ട് ഞങ്ങൾക്ക് പാകിസ്ഥാനെ കാണാൻ പറ്റില്ല. നിങ്ങളെ ഞങ്ങൾ സഹായിക്കും, ഞങ്ങളുടെ കൂടെ നിന്നോ, പക്ഷേ ഇന്ത്യക്ക് നൽകുന്ന പരിഗണന തരില്ല. അപ്പോൾ അവർ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ഇത്രയും കാലം അമേരിക്ക പാകിസ്ഥാനെ ടോയ്ലറ്റ് പേപ്പർ പോലെ ഉപയോഗിച്ചു, അല്ലെ? യൂസ് ആൻഡ് ത്രോ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഭരണകൂടത്തിൻ്റെ പ്രതിരോധ മന്ത്രി, പ്രധാനമന്ത്രി, അതുപോലെ അവിടുത്തെ സർവ്വ സൈന്യാധിപൻ, ഇവർക്കൊക്കെ തന്നെ രാജ്യത്തെ ജനങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു. ആ രാജ്യത്തെ നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് എത്തിക്കുന്നു. അവിടെയാണ് 140 കോടിയുള്ള ജനങ്ങളുള്ള ഒരു രാജ്യത്തെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പുതിയ നേട്ടങ്ങൾ കൈവരിക്കുന്നു. ലോകത്തെ 4ാമത്തെ സമ്പദ് ശക്തിയാക്കുന്നു, 4ാമത്തെ സൈനിക ശക്തിയാക്കുന്നു. അപ്പം നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഒരു ആർജവം അത് പാകിസ്ഥാൻ കണ്ടുപഠിക്കേണ്ടതല്ലേ? അതെ, തീർച്ചയായിട്ടും. ആർജവം മാത്രമല്ല, അതിൻ്റെ ബുദ്ധി. ഇപ്പോൾ സിന്ധുവിലെ വെള്ളം തടയാൻ വേണ്ടി ചെനാബിൽ അണകെട്ടിയാൽ മതിയെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്
ഇതുവരെയുള്ള ഒരൊറ്റ പ്രധാനമന്ത്രിക്ക് തോന്നിയ പാകിസ്ഥാനെ പൂട്ടാൻ ഇത് മതിയായിരുന്നു. അവരൊരു യുദ്ധവും ചെയ്യാൻ പോകുന്നില്ല, പ്രോക്സി വാറും ചെയ്യാൻ പോകുന്നില്ലായിരുന്നു. ഈ ഒരു സാധ്യത നമ്മൾ കണ്ടു. ഇപ്പം നരേന്ദ്രമോദി വേണ്ടി വന്നില്ലെന്നേ കാണാം. അതുപോലെയാണ് ബ്രഹ്മപുത്ര നദിയുടെ അടിയിലുള്ള റെയിലും റോഡും അവിടെ കൂടെ എന്തൊക്കെ വാഹനങ്ങളാണ് സഞ്ചരിക്കാൻ പോകുന്നത് നമ്മൾ കണ്ടറിയണം. വലിയൊരു ഭീഷണിയായിരുന്നു. ഗോഹത്തി നോർത്തിലേക്ക് എത്താൻ നേരത്തെ 3/4 മണിക്കൂർ വേണമായിരുന്നു. ഇപ്പൊ 7 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറയുമ്പോൾ ചൈനയിലോട്ട് നമ്മൾ ചെല്ലുന്നത്. ചൈനയിലോട്ട് ഇല്ലാൻ നമുക്ക് 7 മിനിറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. അത് വലിയൊരു സംഭവമാണ്. ചൈന ഇനിയൊന്നും അറയ്ക്കും ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതെന്തായാലും അവരെ മനസ്സിലാക്കുമല്ലോ പത്രവാർത്തകൾ. ഇനി അത് വന്നു കഴിഞ്ഞാൽ മുട്ടം പണി കിട്ടുമെന്നുള്ളത് അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അതിനുവേണ്ടി തന്നെയാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വശത്തുകൂടെ ചൈനയ്ക്കൊരു പണി അടിയിൽ കൂടെ ഒരു പാര വെച്ചിരിക്കുന്നു, ഇവിടെ നമ്മൾ നേരിട്ട് മുകളിൽ കൂടെ തന്നെ പാര വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അത് ഇങ്ങനെയുള്ള ഒരു സെക്യൂരിറ്റി നമുക്കില്ലാത്തതാണ്, രാജ്യരക്ഷാ തന്ത്രം നമുക്കില്ലാഞ്ഞതാണ് പോയ കാലങ്ങളിൽ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും അക്രമത്തിന്, ഭീകരവാദത്തിനും നമ്മൾ വിധേയരാകേണ്ടി വന്നത്. 140 കോടിയുള്ള ഒരു ജനങ്ങൾ ഇതിന് വിധേയരാകേണ്ടി വന്നതെന്ന് വേണം നമുക്ക് അനുമാനിക്കാം. ഇപ്പോൾ ശക്തവും ഇച്ഛാശക്തി ഉള്ളതുമായിട്ടുള്ള ഒരു നേതൃത്വം വന്നപ്പോൾ ആ കാര്യങ്ങൾ ഓരോന്നായിട്ട് പരിഹരിച്ചു കൊണ്ടുവരിക്കുന്നു എന്നേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.